ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിസ്മി കിച്ചണിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് പഴംപോള അഥവാ കായ്പോള ഉണ്ടാക്കാം. നമ്മൾ സാധാരണ ഇത് നോമ്പ് കാലത്താണ് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇത് ഉണ്ടാക്കാറ്. എന്നാൽ ഇത് നമുക്ക് കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്തും ഒരു വിരുന്ന് സൽക്കാരങ്ങളിലൊക്കെ നമുക്ക് ഇത് വിളമ്പാൻ പറ്റിയ നല്ലൊരു എന്താ പറയുക പോളയാണ് നമ്മുടെ ഈ കായ്പോള. ഈ കായ്പോള ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പഴുത്ത നേന്ത്രപ്പഴം ആകുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കൂടും. അപ്പം നമ്മൾ ചേർക്കുന്ന പഞ്ചസാരയുടെ അളവ് കുറച്ച് ചേർത്താലും മതിയാകും, നല്ല പഴുത്ത പഴം എടുത്താൽ. അപ്പോൾ അതിനായിട്ട് ഞാൻ 4 നല്ല പഴുത്ത പഴം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്കിതൊന്ന് തോലൊക്കെ കളഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ല പഴുത്ത പഴമാണെങ്കിൽ നമ്മൾ ഒരുപാട് കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ നമ്മളിത് വന്ന് വഴറ്റിയെടുക്കുമല്ലോ, ആ വഴറ്റിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കുഴഞ്ഞു പോകും. അപ്പോൾ ഞാനിത് 2ആയിട്ട് കീറിയിട്ടുള്ളൂ. അധികം വണ്ണമില്ലാത്ത പഴമായതുകൊണ്ട്. നല്ല വണ്ണമുള്ള പഴമാണെങ്കിൽ 4ആയിട്ട് കീറിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ബാക്കിയുള്ളത് നമുക്ക് അതേപോലെ തന്നെ ഇപ്പം നമ്മൾ പഴമൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പോള ഉണ്ടാക്കാനായിട്ട് ഇതേപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഏത് നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഡാൽഡ വേണമെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് പശു നെയ്യോ RKGയോ ഏത് നമ്മുടെ അടുത്തുള്ളത് ആ നെയ്യ് ഉപയോഗിക്കാം. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ നമ്മൾ ചേർത്ത നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള നമുക്ക് എത്ര വേണം കാഷ്യൂനട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമുക്ക് കാഷ്യൂനട്ടിനും റൈസിൽസിനൊന്നും ഒരു കണക്കില്ല. നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റും കൂടും കേട്ടോ. ഞാനിതാ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 6-7 എണ്ണം എൻ്റെ അടുത്ത് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ കുറച്ച് റൈസിൽസ്, അതായത് കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് ഈ നെയ്യിലേക്ക് തന്നെ നമുക്ക് പഴം കൂടി ചേർക്കാം. നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം നമ്മൾ ഈ നെയ്യിലേക്ക് ചേർക്കാം. എന്നിട്ട് ഈ പഴം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. എന്തായാലും പഴം വല്ലാണ്ട് കുത്തി ഉടക്കണ്ട. ഇതിപ്പോൾ നല്ല പഴുത്ത പഴമായതുകൊണ്ട് നമ്മൾ വല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഉടഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ കായ്പഴം ഉണ്ടാക്കുമ്പോൾ പഴം വല്ലാതെ ഉടഞ്ഞു പോകാതിരിക്കുകയാണ് കുറച്ചുകൂടി നമുക്ക് കാണാനും നല്ലത്. ഉടഞ്ഞു പോയാൽ നമ്മൾ കഴിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല. നമ്മൾ കുറച്ച് കാണാൻ നല്ലത് ഈ പഴം ഉടഞ്ഞു പോകാതെ എടുക്കുന്നത്. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ പഴം ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് മുട്ടയൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മിക്സിയുടെ ഒരു ജാറിലേക്ക് എടുക്കാം. മിക്സിയിലിട്ട് അടിച്ചെടുക്കണമെന്നൊന്നുമില്ല. നമ്മളൊരു സ്പൂൺ കൊണ്ട് ഒരു ഫോർക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതിയാകും. നമുക്കിത് പെട്ടെന്നാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഈ 4 മുട്ടയും മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ 4 മുട്ടയും മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത് ഏലക്കയും പഞ്ചസാരയുമാണ്. നോക്കാം, ഞാൻ 1/4 കപ്പ് പഞ്ചസാരയും 3 ഏലക്കയും എടുത്തിട്ടുണ്ട്. ഈ ഏലക്ക നമുക്ക് പൊടി ഉണ്ടെങ്കിൽ ആ പൊടി അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ പൊടി ഇല്ലാത്തതുകൊണ്ട് 3 ഏലക്കായ ചേർത്ത് കൊടുക്കുകയാണ് ഇവിടെ മിക്സിയുടെ ജാറിലേക്ക്. പിന്നെ നമുക്കിതിലേക്ക്
ഇതാ 1/4 കപ്പ് പഞ്ചസാര. മധുരം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം കേട്ടോ. നല്ല പഴുത്ത പഴമാണെങ്കിൽ കുറച്ച് പഞ്ചസാര കമ്മിയാക്കി ചേർക്കുകയാണ് നല്ലത്. പിന്നെ നല്ല മധുരം വേണമെങ്കിൽ കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽ കൂടെ ചേർത്തിട്ട് നമ്മൾ കായ്പളം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കായ്പളം നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അതാ 1/4 കപ്പ് പാൽ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതാ ഇപ്പം നമ്മൾ മുട്ടയും പഞ്ചസാരയും പാലും ഏലക്കയും കൂടി നന്നായിട്ടിത് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇങ്ങനെ ഇതാക്കുന്ന ഒഴിക്കുന്ന സമയത്ത് ഇനി ഏലക്കായ ഇത് പൊങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ, അരയാതെ പൊങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഏലക്കായ വേണമെങ്കിൽ എടുത്ത് മാറ്റാം കേട്ടോ. ഇനി നമ്മൾ ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പഴമാണ്. പഴം നമുക്ക് ഈ മുട്ടയിലേക്ക് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ പഴമൊക്കെ വഴറ്റിയെടുത്തപ്പോൾ നേരത്തെ വഴറ്റിയെടുത്ത പാത്രമില്ലേ, അതിലേക്ക് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ ചൂടായ നെയ്യ് നമ്മുടെ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇതിലേക്ക് തന്നെ വെക്കുക. എന്നിട്ട് നമ്മളിവിടെ കൂട്ടി വെച്ച നമ്മുടെ പഴംപോളയുടെ മിക്സ് ഇതിലേക്ക് ചേർക്കാം. ചേർത്തിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. പഴമൊക്കെ ചിലപ്പോൾ ഒരു സ്ഥലത്തേക്കാരം കൂടി കിടക്കുന്നത്. അപ്പോൾ പഴമൊക്കെ ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് ആക്കിയിട്ട് ഒന്ന് ചെറുതായിട്ട് ഈ മരത്തിൻ്റെ കയ്യിലുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പം നമ്മൾ പറ്റ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതൊരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിതൊന്ന് തുറന്നിട്ട് നമ്മളിവിടെ വഴറ്റി വെച്ചിരിക്കുന്ന ഇതിലെ കാഷ്നട്ടും റൈസിൽസും അതൊക്കെ ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. കഴിക്കുമ്പോൾ അത് കടിക്കാൻ കിട്ടുമ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഞാനിപ്പോൾ ഇതൊരു വേറൊരു എന്താ പറയുക തവയുടെ മുകളിലേക്ക് നമ്മുടെ ഈ പഴംപോളയുടെ പാത്രം എടുത്ത് വെക്കുകയാണ്. അതിനായിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബേക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ അടിഭാഗം ഒന്നും കരിയാതെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊരു 15 മിനിറ്റ് ആകുമ്പോൾ തുറന്നിട്ട് നമുക്ക് റൈസിൽസ് വെച്ച് കൊടുത്തതിന് ശേഷം കാഷ്നട്ടും വെച്ചിട്ട് പിന്നെ ഒരു 5-10 മിനിറ്റ് കൂടി നമ്മുടെ ഗ്യാസിൻ്റെ തീ അനുസരിച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. മൊത്തം ഒരു 25 മിനിറ്റോളം എടുക്കും കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് നമ്മളായിട്ടുണ്ട് ഇത് വെച്ചിട്ട്. ഇത് നമുക്കിതൊന്ന് തുറന്നിട്ട് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ ഇതിൻ്റെ മുകളിൽ കൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ കായ്പോള ഒരുവിധമൊക്കെ വെന്തിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മുടെ ഈ നടുക്ക് ഭാഗം കുറച്ചുകൂടി ഒന്ന് വേവാനുണ്ട്. അപ്പോൾ നമുക്കിതൊരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പം നമ്മുടെ കായ്പോള 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അടിയിലെ പാൻ മാറ്റിയിട്ടുണ്ട് കണ്ടോ. അപ്പം നമ്മുടെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി മോൾ ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരാൻ വേണ്ടിയിട്ട് വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്കിതൊന്ന് കൗത്തി കൊടുക്കാം. വേറെ പാനിലേക്ക് ഞാനിത് കൗത്തി എടുത്തിട്ടുണ്ട്. ഇനി ആ ഭാഗം കൂടി ഒരു 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി. ഞാൻ ഈ പാനിലേക്ക് നമ്മൾ നെയ്യോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല.
നമ്മൾ ആദ്യം ഒഴിച്ച ആ 1 ടേബിൾ സ്പൂൺ നെയ്യിൽ തന്നെയാണ് നമ്മൾ ഈ കായ്പോള ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ കായ്പോള ഒരു 7 മിനിറ്റോളം ഞാനിതിങ്ങനെ പാനിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റ് കമത്തിയിട്ട് ഇത് എടുക്കാം. അപ്പോൾ നമ്മുടെ കായ്പോള ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടാണ്. പക്ഷേ ഞാൻ ചൂടോടെ തന്നെ കട്ട് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചൂട് മാറിയതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതാ നമ്മുടെ കായ്പോള പഴംപോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ചൂടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് ആവി വറക്കുന്നുണ്ട്. നിങ്ങൾക്കപ്പോൾ കായ്പോള ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.